ഒരിക്കൽ ചില കുഞ്ഞുങ്ങൾ ഒരു വഴിയാത്രയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വീട്ടുപരിസരത്ത് നല്ലൊരു മാവ് കണ്ടു. ആ നിറയെ മാങ്ങയുള്ള ആ മാവിലേക്ക് കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന കല്ലുകൾ എറിയാൻ തുടങ്ങി. ചില മാമ്പഴങ്ങൾ അവർക്ക് ലഭിച്ചപ്പോൾ അവർ കൂടുതൽ കല്ലുകൾ എറിയാൻ തുടങ്ങി. എന്നാൽ വാസ്തവത്തിൽ സംഭവിച്ചത് കുട്ടികൾ എറിഞ്ഞ കല്ലുകളൊന്നും തന്നെ മാങ്ങയ്ക്ക് കൊണ്ടില്ലായിരുന്നു. എന്നാൽ ആ കല്ലുകൾ വന്നു പതിച്ചത് ആ വീട്ടുടമസ്ഥൻ്റെ ദേഹത്തും. എന്നാൽ കുട്ടികളുടെ ആഗ്രഹം മനസ്സിലാക്കിയ ആ ഉടമസ്ഥൻ അയാളുടെ കയ്യെത്തുന്ന ദൂരത്തുനിന്ന് മാങ്ങകൾ പറിച്ച് അവർക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ തുടരെ കല്ലുകൾ വന്നു പതിച്ചതോടുകൂടി ഈ വീട്ടുടമസ്ഥനും പ്രയാസങ്ങൾ ഉണ്ടായി. അദ്ദേഹം അവിടെ കിടന്ന ഒരു ചീഞ്ഞ മാങ്ങ അവർക്ക് എറിഞ്ഞു കൊടുത്തു. അതോടെ കുട്ടികൾക്ക് മനസ്സിലായി തങ്ങൾ എറിഞ്ഞ കല്ലുകളായിരുന്നില്ല ആ മാങ്ങ ലഭിക്കുവാൻ കാരണം, അവിടെ മറ്റാരോ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിനോടും ഇതിന് ചില സാമ്യതകളുണ്ട്. നമുക്ക് ലഭിക്കുന്ന നന്മകളൊക്കെയും നമ്മുടെ കഴിവാണ്, അല്ലെങ്കിൽ നമ്മുടെ ശ്രേഷ്ഠതകളാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ഉപേക്ഷിച്ചു പോകുന്ന പല അനുഭവങ്ങൾക്കും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ജീവിതങ്ങളിൽ ലഭിക്കുന്ന എല്ലാ ശ്രേഷ്ഠതകളും എല്ലാ അനുഗ്രഹങ്ങളും അത് ദൈവം നൽകുന്നതാണെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ അത് ഒരു പങ്കിടലിൻ്റെ, ഒരു കൈമാറുന്നതിൻ്റെ, പകരുന്നതിൻ്റെ അനുഭവങ്ങളിലേക്ക് നമ്മെ വഴി നടത്തുകയും ചെയ്യും. അപ്രകാരം 10ാം വാർഷികം ആഘോഷിക്കുന്ന മലബാർ മഹായിടവകയും പല നന്മകളെയും അനുഗ്രഹങ്ങളെയും കൈമാറുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. കനിവ് കരുണയുടെ വർഷം.